സന്യാസ എന്ന വാക്കിൻ്റെ അർത്ഥം സംന്യാസ. സംസ്കൃതത്തിൽ സം എന്ന് പറഞ്ഞാൽ മൊത്തം, സംസ്കാരം, സംസാരം. സം എന്ന് വെച്ചാൽ ടോട്ടൽ. കീർത്തനം, സങ്കീർത്തനം. എന്താ വ്യത്യാസം? കീർത്തനത്തിനും സങ്കീർത്തനത്തിനും എന്താ വ്യത്യാസം? ഒന്നോ രണ്ടോ ആളിരുന്ന് പാടിയ കീർത്തനം, എല്ലാവരും കൂടെ പാടിയ, എല്ലാവരും കൂടെ പാടാതെ കൈ മാത്രം കൊട്ടിക്കൊണ്ടിരുന്ന. ചിലപ്പം ശ്രദ്ധിച്ച് നോക്കുക, അങ്ങനെ നടക്കും. വലിയ കീർത്തനം നടക്കുമ്പോൾ എല്ലാവരും ഏറ്റുപാടില്ല, അപ്പൊ സങ്കീർത്തനാണോ? അപ്പോ സം എന്ന് പറഞ്ഞാൽ ടോട്ടൽ, സംസാര. അപ്പൊ സങ്കീർത്തനം. സന്യാസ, ന്യാസ എന്ന് വെച്ചാൽ ഉപേക്ഷിക്കുക, സന്യാസ എന്ന് വെച്ചാൽ എല്ലാം ഉപേക്ഷിക്കുക. ഇപ്പൊ നമ്മളും കുറച്ച് എന്തൊക്കെയൊക്കെ ഉപേക്ഷിച്ചിട്ടുണ്ട്. എന്താണ്? ഏകാദശിക്ക് പുട്ട് കഴിക്കില്ല, ചാതുർമാസത്തിൽ ഇത് കഴിക്കില്ല, അങ്ങനെയൊക്കെ ചെറിയ ഉപേക്ഷ നമ്മൾ ചെയ്തിട്ടുണ്ട്, അല്ലെ? ചെറിയ ത്യാഗം ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ സന്യാസമാണോ? എല്ലാം ഉപേക്ഷിച്ചോ? ഇല്ല. അപ്പൊ സന്യാസിമാരാണ് മൊത്തത്തിൽ ഉപേക്ഷിച്ചവരാണ്. അതുകൊണ്ട് ടോട്ടലി അവർ ഉപേക്ഷിച്ചു. അവർക്കൊന്നുമേ ഇല്ല. സ്വന്തമായിട്ട് വീടില്ല, സ്വന്തമായിട്ട് കിടന്ന് ഉറങ്ങാൻ സ്ഥലമില്ല, അടുത്ത നേരത്തേക്ക് വേണമെന്ന് ഭക്ഷണം അവർ സൂക്ഷിച്ചു വെക്കാറില്ല. കൈക്കൊമ്പിളിൽ ഒതുങ്ങുന്ന ഭക്ഷണം കഴിക്കുക, കൈ തന്നെ തലയണയായി വെക്കുക, ഒരു മരത്തിന്റെ ചോട്ടിൽ 3 ദിവസത്തിന് മേലെ കിടക്കാതിരിക്കുക. മൊത്തം ഉപേക്ഷിച്ചവരാണ് സന്യാസ. അപ്പൊ ന്യസ്ത, ഈ കുട്ടി എന്താ ഉപേക്ഷിച്ചത്? ക്രീഡ അനഘ ബാല. ബാലൻ എന്ന് വെച്ചാല് കുഞ്ഞ്. 5 വയസ്സ് വരെ ബാലൻ, 5 മുതൽ 10 വരെ കുമാരൻ, 10 മുതൽ 15 വരെ കൈശോരം, 15 മുതൽ 20 വരെ യൗവനം. അതിന്റെ മേലെ എല്ലാം കളവന്മാരാണ്. അതിന് മേലെ ലിസ്റ്റ് ഇല്ല. മനസ്സിലായോ? ലിസ്റ്റ് എത്ര വരെയേ ഉള്ളൂ? 20. കാരണം എന്താണ്? ഭഗവാൻ 16-ൽ നിന്നു. അതുകൊണ്ട് ലിസ്റ്റ് ഇടാനും ആചാര്യന്മാർ മെനക്കെട്ടില്ല. 20ഓടങ്ങ് നിർത്തി. കാരണം ഭഗവാൻ കുരുക്ഷേത്ര യുദ്ധം നടക്കുമ്പോൾ 100-ൽ കവിഞ്ഞു വയസ്സ് ഭഗവാൻ. പക്ഷെ കാണാൻ എങ്ങനെ ഇരിക്കും? 16 വയസ്സ് യുവാവിനെ പോലെ ഇരിക്കും. ഇവിടത്തെ കൃഷ്ണൻ എത്രയാ വയസ്സ്? എത്രയാ വയസ്സ്? ഇസ്കോണിൽ നിൽക്കുന്ന എല്ലാ കൃഷ്ണന്മാർക്ക് എത്രയാ വയസ്സ്? 8 വയസ്സ്. പ്രഭുപാദ് പറഞ്ഞു 8 വയസ്സ് ബാലനെ പോലെ വേണം നമ്മൾ എല്ലാം ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് രാവിലെ ഉണർത്തുമ്പോൾ തന്നെ സ്വീറ്റൊക്കെ കൊടുത്ത് ഉണർത്തുന്നത്, പാട്ടൊക്കെ പാടി ഉറക്കുന്നത്. 8 വയസ്സ് ബാലനാണ് ഇസ്കോണിലുള്ള കൃഷ്ണ ഭഗവാൻ. സോ ബാല എന്ന് വെച്ചാൽ 0 to 5. 5 മുതൽ 10 കൃഷ്ണനാണ്, കുമാര. 10 മുതൽ 15 കൈശോർ. അതാണ് കിഷോർ എന്നൊക്കെ പറയാറില്ലേ, അല്ലേ? നന്ദ കിഷോർ, രാധാ കിഷോർ. 5 മുതൽ 15, 10 മുതൽ 15. 15-ന് ശേഷം 20 വരെ യൗവനം. 20 കഴിഞ്ഞ എല്ലാ വയസ്സന്മാരാണ്. 20 കഴിഞ്ഞ വയസ്സന്മാരാണ്, അല്ലേ? നിങ്ങൾക്ക് 20 കഴിഞ്ഞ എല്ലാവർക്കും എല്ലാ കളവന്മാരാണ് ഇവിടെ. ഓക്കെ, ശരി. അപ്പൊ തിരുപ്പതി ഭഗവാൻ എത്രയാ വയസ്സ്? എന്താ പേര് തിരുപ്പതി ഭഗവാന്റെ? ബാലാജി. കാണാൻ പക്ഷെ കുഞ്ഞിനെ പോലെയല്ല, വലിയ രൂപമാണ്. പക്ഷെ വയസ്സ്, കാരണം യശോദയാണ് അവിടുത്തെ തിരുപ്പതിയുടെ ഐതിഹ്യത്തിൽ ഒരു അമ്മൂമ്മയാണ് ആ ഭഗവാനെ പ്രതിഷ്ഠിക്കുന്നത്, കുഞ്ഞായിട്ട് കണ്ടിട്ട്. അതുകൊണ്ട് തിരുപ്പതി ഭഗവാന് ബാലാജി, കുഞ്ഞായിട്ടാ വരും. പക്ഷെ കാണാൻ കുഞ്ഞു പോലെ അല്ല, വലിയ രൂപമാണ്. ശരി, ഇവിടെ പ്രഹ്ലാദന്റെ കാര്യമാ പറയുന്നത്. ആ ബാലൻ, സിമ്പിൾ. ആ ബാലൻ, ഇത് ഏത് ബാലനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? പ്രഹ്ലാദൻ. ആ കുഞ്ഞു പ്രായം, പ്രഹ്ലാദൻ എന്ന് പറയുമ്പോൾ കുഞ്ഞു പ്രായം. ബാല എന്ന വാക്കല്ലേ ഉപയോഗിച്ചിരിക്കുന്നത്, കിഷോര എന്ന് ഉപയോഗിച്ചിട്ടില്ലല്ലോ. അപ്പോ 5, 7, 8 ആ പ്രായത്തിൽ തന്നെ കുട്ടി എന്തുപേക്ഷിച്ചു? കളി. 5 വയസ്സ് 10 വയസ്സ് കുഞ്ഞുങ്ങൾ കളി ഉപേക്ഷിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. 24 മണിക്കൂർ കളിച്ചോണ്ടേയിരിക്കും കുഞ്ഞുങ്ങളല്ലേ. ഈ ഉറങ്ങത്തില്ല, അമ്മ ഉറക്കിയാലും കിടത്തിയാലും ഉറങ്ങില്ല, അവര് കളിച്ചോണ്ടേയിരിക്കും.
ബാലസ്താവ ക്രീഡാസക്ത. ശങ്കരാചാര്യർ പാടി. കുഞ്ഞായിരിക്കുമ്പോ എന്തിലാ താല്പര്യം? കളിതമാശയിലാ താല്പര്യം. പക്ഷെ ഈ കുട്ടി അത് ഉപേക്ഷിച്ചു. ഓരോരോ പ്രായത്തിലും ഓരോരോ അട്രാക്ഷനാണ്. ബാലസ്താവ ക്രീഡാസക്ത, ക്രീഡയിലെ ആസക്തി. പിന്നെ ഒരു 12-13 വയസ്സാകുമ്പോൾ തരുണി, ആ ഒരു പ്രായമാകുമ്പോൾ ആണുങ്ങൾ ആൺകുട്ടി പെൺകുട്ടി ആ ഒരു ആകർഷണം വരും. അത് കഴിഞ്ഞ ഇതിലാണ് ആകർഷണം? പൈസയിൽ. വൃത്തസ്ഥാവൻ ചിന്താമഗ്ന. വയസ്സായ എന്താണ്? ചിന്ത. നമ്മൾ വിചാരിക്കും ഇവരെങ്ങനെയാ ഇതൊക്കെ ചിന്തിക്കാൻ പറ്റുന്നു? നമ്മൾ പറഞ്ഞതും പറയാത്തതൊക്കെ ചിന്തിച്ച് ഒരു നമ്മളങ്ങനെ മനസ്സിൽ പോലും കണ്ടിട്ടുണ്ടാവില്ല. ഒരു യുദ്ധം ഉണ്ടാക്കും അവർ, അല്ലേ? ഈ വയസ്സായി കഴിഞ്ഞാൽ ഞാൻ പിന്നെ 1947 തോക്കും പിടിച്ചങ്ങ് ചാടി എന്നൊക്കെ പഴയ കഥ പറയും. വയസ്സാകുമ്പോൾ ചിന്ത. അതിനു മുമ്പത്തെ സ്റ്റേജിലേതാ? പൈസ, സെക്യൂരിറ്റി, പണം, സെക്യൂരിറ്റി. അതിനു മുമ്പേ ആണ് പെണ്ണുള്ള അട്രാക്ഷൻ. അതിനു മുമ്പേ കളി. ഓരോ പ്രായത്തിലും ഓരോ ആസക്തിയാണ്. നമ്മൾ വിചാരിക്കും പ്രഹ്ലാദൻ കളി വിട്ടോ, അതിലെന്താ വലിയ കാര്യം? നമുക്കത് മനസ്സിലാവില്ല. നമുക്ക് പണത്തിനോടും സെക്യൂരിറ്റിയിലുള്ള ആസക്തി ഉപേക്ഷിക്കാൻ പറ്റുമോ? ഇപ്പോ നമ്മള് ഭഗവാൻ കൃഷ്ണാവബോധം ഒക്കെ പറഞ്ഞാലും നമ്മൾ കുറച്ച് ബാങ്ക് ബാലൻസ്, അവിടെ ഒരു ഭൂമി, ഇവിടെ ഒരു ഭൂമി, ഒരു സെക്യൂരിറ്റി ബോധം ഉണ്ടോ ഇല്ലേ നമുക്ക്? ആ ഫെയ്ത്ത്, ആ സെക്യൂരിറ്റി, ആ ചെറിയ പണത്തിലും ആ കുറച്ച് പ്രോപ്പർട്ടിയിലും ആരോഗ്യത്തിലുമുള്ള വിശ്വാസം പറിച്ചെടുത്ത് മുഴുവനും കൃഷ്ണ ഭഗവാനിൽ വെക്കാൻ പറ്റുമോ? ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യുമെങ്കിൽ ആ പൂജ്യങ്ങൾ ബാങ്കിലുള്ള കൊണ്ടാ നമ്മൾ കുറച്ചങ്ങനെ സമാധാനം. ശരിയാണോ തെറ്റാണോ? അല്ലേ? കുന്തി മഹാറാണി പാടുക, വിപതഃ സന്തു ശന്തുത ശാശ്വത് തത്ര തത്ര ജഗദ്ഗുരോ ഭവതോ ദർശനം യാർഹി അപുനർഭവ ദർശനം. എനിക്ക് എന്ത് വേണം? വിപതഃ. വിപത്ത്. വിപത്ത് എന്ന് പറയുന്നത് സമ്പത്തിന്റെ ഓപ്പോസിറ്റാണ്. നമ്മൾ മലയാളത്തിൽ വേർഡ് യൂസ് ചെയ്യാറില്ലല്ലേ? സമ്പത്ത്. സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്നെ വിട്ട് പിരിയില്ല, ശാശ്വതമായി. അതാണ് സമ്പത്ത്. വിപത്ത് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കാതെ ഇരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം കൈവിട്ടങ്ങ് പോകും. ഒരാളോ വ്യക്തിയോ സാധനങ്ങളോ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചിലത് പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ കയ്യിൽ നിന്ന് അങ്ങ് പറിച്ചുകൊണ്ട് പോകും. അതിനെ എന്ത് പറയാ? വിപത്ത്. തമിഴില് വേർഡ് യൂസ് ചെയ്യും. ആക്സിഡന്റിന് തമിഴില് വിപത്ത് എന്നാ പറയാം. പക്ഷെ മലയാളത്തിൽ ആ വേർഡ് യൂസ് ചെയ്യുന്നുണ്ടോ? വിപത്ത് യൂസ് ചെയ്യില്ല. കുന്തി പറയുന്നത് വിപതഃ സന്തുത ശാശ്വത്. എനിക്ക് ശാശ്വതമായി നീ എന്ത് താ? ആക്സിഡന്റ്സ്, വിപത്ത്. നമുക്കങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? എനിക്ക് നിരന്തരം, അതായത് വിപത്ത് എന്ന് പറയുമ്പോൾ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ. ഇപ്പോ നമ്മുടെ വീട്ടിലൊരു വയസ്സായ ആളുണ്ട്, ആൾക്ക് ക്യാൻസറാണ്. ഡോക്ടർ പറഞ്ഞു ഇനി ഒരു 2 കൊല്ലത്തിൽ മരിക്കും. അപ്പൊ നമുക്കും അറിയാം, അദ്ദേഹത്തിനും അറിയാം, ശരീരം ശോഷിച്ച് അസുഖം വന്ന് പക്ഷെ കുന്തി എന്താ ചോദിക്കുന്നത്? എനിക്ക് അത് താ, വിപത്തുക്കളെ താ. നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു പ്രാർത്ഥന നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഒരിക്കലും ചിന്തിക്കാൻ പറ്റും. സോ പ്രഹ്ലാദനൊക്കെ അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ്. ആ ഭക്തി വേറെയാണ്. നമ്മുടെ ഭക്തി ചിലപ്പം വിശകലനം ചെയ്താല് ഉള്ളത് സംരക്ഷിക്കാനും നന്നായി പോകാനും വേണ്ടിയുള്ള ഒരു ഭക്തിയാണ് നമ്മുടെ. കൈവിട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഭക്തിയല്ല, അല്ലേ? ഇപ്പൊ ഞാൻ അങ്ങനെ തന്നെ സംസാരിച്ചാലും കേൾക്കുന്നവരെ മനസ്സിൽ എന്താ വെച്ചാൽ, എന്തിനാണ് ഈ പ്രഭു ഇങ്ങനെ അമംഗലമായിട്ട് തന്നെ സംസാരിക്കുന്നത്? നമ്മൾ അങ്ങനെയല്ലേ ചിന്തിക്കുള്ളൂ, അല്ലേ? പക്ഷെ പ്രഹ്ലാദൻ ആവശ്യപ്പെടുന്നത്, കുന്തി മഹാറാണി ആവശ്യപ്പെടുന്നത്, അല്ലേ?
ആലോചിച്ച് നോക്ക്, കുന്തി മഹാറാണിയുടെ പ്രാർത്ഥനയില് മകൻ ചക്രവർത്തിയായി. ഒരമ്മയുടെ അവസ്ഥ എന്തായിരിക്കും? ഇപ്പൊ പെട്ടെന്ന് നിങ്ങളുടെ മകൻ ഇന്ത്യ പ്രൈം മിനിസ്റ്ററായി, എന്തായിരിക്കും നമ്മുടെ മാനസികാവസ്ഥ? രാത്രി കൊണ്ട് നമുക്ക് 2 ചിറകൊക്കെ വരും. ശരിയല്ലേ? നമ്മളെല്ലാരെയും വിളിച്ച് പറയും, സന്തോഷം വരോ ഇല്ലേ? അല്ലേ? സന്തോഷം, അതിലൊരു ചെറിയ അഹങ്കാരവും ഇതൊക്കെ ഉണ്ടാവില്ലേ? മകൻ ചക്രവർത്തിയായി. ദേവകി പറയാ, യഥാ പാണ്ഡുഷു വൃഷ്ണിഷു സ്നേഹപാശം ഇമം ചിന്തി യഥാ പാണ്ഡുഷു വൃഷ്ണിഷു. എനിക്ക് എൻ്റെ മക്കളുമായുള്ള ബന്ധത്തിനെ മുറിച്ചതാ. കുന്തി ചോദിക്കാം, സ്നേഹപാശം എന്ന് വെച്ചാൽ ഈ ബന്ധത്തിന്റെ കയറ്. ചിന്തി, അത് മലയാളത്തിലും ഉപയോഗിക്കും. ചിന്തി എന്ന് വെച്ചാൽ എന്താണ്? വെള്ളം കളഞ്ഞു ഇതാക്കുക, കട്ടി. എൻ്റെ മക്കളുമായിട്ടുള്ള സ്നേഹത്തിന് മുറിച്ചതാ. സ്നേഹപാശം ഇമം ചിന്തി പാണ്ഡുഷു വൃഷ്ണിഷു. പാണ്ഡവരുടെ മീതെയുള്ള ബന്ധവും. ശ്രീ രാധാ വൃന്ദാവൻ കൃഷ്ണ ഭഗവാൻ की जय, जगन्नाथ बलदेव सुभद्र महारानी की जय, गौर निताई की जय. നല്ല ഡ്രസ്, കൃഷ്ണ ഭഗവാൻ സ്റ്റൈലായിരിക്കും. എവിടെ നിർത്തി? മകൻ ചക്രവർത്തിയായി. അമ്മ പ്രാർത്ഥിക്കുന്നത് ചെന്നിട്ട് എനിക്ക് പാണ്ഡവരായിട്ടും വൃഷ്ണി വംശമായിട്ടുമുള്ള ബന്ധത്തിനെ, അതായത് ഇവരുടെ തലം വേറെയാണ്. ഓക്കെ. ന്യസ്റ്റാ ക്രീഡനകോ ബാലോ. ബാലനായിരുന്ന പ്രായത്തിൽ തന്നെ എല്ലാ കളിതമാശയോടുള്ള ഇതും ഉപേക്ഷിച്ചു. ജഡവത് തൻ മനസ്തയ. ജഡ എല്ലാവർക്കും അറിയാം, ജഡം അല്ലേ? ജഡം എന്ന് വെച്ചാൽ മന്ദബുദ്ധി. ജഡം, ജീവനുണ്ട് എന്ന ഉപയോഗമില്ല. ഭാഗവതത്തിൽ ഒരു കഥാപാത്രം മനഃപൂർവം ബുദ്ധി ഉണ്ടായിട്ടും ജഡമായി അഭിനയിച്ചു. ആരാകും? ആലോചിച്ച് നോക്കൂ, നമുക്ക് ബുദ്ധിയില്ല എന്ന ബുദ്ധി ഉള്ളവരെ പോലെ കാണിക്കും. ശരിയാണോ? ഇല്ലേ? ഇല്ലേ? ഇല്ലെങ്കിലും ഉള്ളതുപോലെ. ഇതാണ് അഹങ്കാരം എന്ന് പറയുന്നത്. പക്ഷെ ഉണ്ടായിട്ടും ജഡമായി അഭിനയിച്ചാൽ വിനയം. അതാണ് വിനയം, അല്ലേ? എല്ലാം ചെയ്തിട്ടും എങ്ങനെ? ഓ, ഞാനും എല്ലാം ഭഗവാന്റെ അനുഗ്രഹം, അത് വിനയം. ഇതെങ്ങനെ? പിന്നെ ഞാൻ പകുടിക്കുള്ള തുണി ചെന്നിട്ട് ബോംബെയിൽ 2 ആഴ്ച കഷ്ടപ്പെട്ട് അതവിടെ നോക്കി വാങ്ങിച്ചു, പിന്നെ രാത്രി 3 രാത്രി ഞാൻ ഉറങ്ങിയില്ല എന്ന് പറയുമ്പോൾ അതെന്തായി? ഇല്ലാത്തതിനെ ഉണ്ടെന്ന് പറയുമ്പോൾ അഹങ്കാരം, ഉണ്ടായിട്ടും അതില്ല എന്ന് പറഞ്ഞാല് വിനയം. അപ്പോ ജഡം എന്ന് പറഞ്ഞാല് ഡൾ, ജഡവദ്ധൻ. ആ ബാലൻ എന്ത് ചെയ്തു? ഇതിലൊന്നിലും താല്പര്യമില്ല. മനസ്സ് വിട്ടുപോലെ, മനസ്സ് കൈവിട്ടുപോയതുപോലെ. മനസ്സ് ആസ്ഥാനത്തിൽ, ആസനത്തിൽ എവിടെ കളിക്കുമ്പോഴാണ് ഇന്ത്യക്ക് ബലം കൂടുതൽ? എന്തുകൊണ്ടായത്? ആസ്ഥാനം, അവരുടെ സ്വന്തം നാടാണ്. അപ്പൊ ബലം കൂടുതലാണ്. അപ്പൊ ഇവിടെ ഈ വാക്കിന് 2 അർത്ഥമുണ്ട്. ഒന്ന്, മനസ്സ് കൈവിട്ടു പോയി, അല്ലെങ്കിൽ മനസ്സ് എന്തിലോ ഉറച്ചു നിൽക്കുന്നു. മനസ്സിലായോ? ജഡമായി ആ കുട്ടി എന്ന് വെച്ചാൽ ബാഹ്യലോകത്തിലൊക്കെ ജഡമായി, പക്ഷെ മനസ്സ് എന്തിലോ കയറി അങ്ങ് ഉറച്ചിരിക്കുക, ആസ്ഥാനത്തിലിരിക്കുക. ചിലരൊക്കെ ഈ കൊച്ചുകുട്ടികൾ പ്രേമിക്കാൻ തുടങ്ങും. അപ്പോൾ എത്ര ഉപദേശിച്ചാലും അതിൽ നിന്ന് അവർ വരില്ല. അപ്പോൾ ആ വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്, അസ്ഥിയിൽ പിടിച്ച പ്രേമം. അങ്ങനെ ഇവിടെ പറയോ? ട്രിവാൻഡ്രത്ത് പറയും. ഇവിടെ ആ വേർഡ് ഉപയോഗിക്കോ? ഇല്ല. അസ്ഥി എന്ന് വെച്ചാൽ എന്താണ്? എല്ല്. ഈ ശരീരത്തിനെ പിടിച്ച് നിർത്തി വെച്ചിരിക്കുന്നത് ഏതാ? സപ്പോസ് ഈ എല്ലൊക്കെ ഇല്ലെങ്കിൽ എന്താ? നമ്മൾ ഈ റബ്ബർ പോലെ വീണു പോകും, ഇല്ലേ? നമ്മളെ പിടിച്ചു വെച്ചിരിക്കുന്നത് ഏതാ? അസ്ഥി. ആസ്ഥാനം, അതിന്റെ സ്ട്രെങ്ത്, സ്ട്രോങ്.
അപ്പോ ജഡം, ഈ കുട്ടി വെളിയിലെ ജഡം, പക്ഷെ മനസ്സ് എന്തിലോ പിടിച്ചു വെച്ചിരിക്കുന്നു. അർത്ഥം മനസ്സിലായോ? വെളിയിലെ കുട്ടി ജഡം, മനസ്സ് വേറെന്തിലോ ഇരിക്കുന്നു. അത് എന്തിലാ മനസ്സിരിക്കുന്നത്? അടുത്ത ലൈൻ, കൃഷ്ണഗ്രഹ ഗൃഹാത്മാ. കൃഷ്ണഗ്രഹ, ആ വീട്ടിലാ അസ്ഥാനമായിരിക്കുന്നത്. അടുത്ത ലൈനിൽ വന്നിട്ടുണ്ട്. അപ്പൊ കുട്ടിയുടെ മനസ്സ് എവിടെയായിരിക്കുന്നത്? നോക്കിക്കോളൂ, 24 മണിക്കൂറും പ്രഹ്ലാദൻ എന്ത് മന്ത്രമാ ജപിച്ചത്? ഭഗവതേ വാസുദേവായ. പ്രഹ്ലാദൻ കൃഷ്ണനെയാണ് ധ്യാനിച്ചത്, നാരായണമൂർത്തികളെ അല്ല. മനസ്സിലായോ? ധ്രുവൻ ധ്യാനിച്ചതാരെയാ? ധ്രുവന്റെ മന്ത്രം എന്താണ്? ഉറപ്പാണോ? മാറിപ്പോയോ? ധ്രുവൻ സദാസമയം ജപിക്കുന്ന മന്ത്രം എന്താ? പ്രഹ്ലാദൻ സദാസമയം ജപിച്ച മന്ത്രം ഏതാണ്? ആര്? ധ്രുവൻ. ഓക്കെ, സോ ധ്രുവൻ ആരെയാ ധ്യാനിച്ചത്? പ്രഹ്ലാദൻ ആരെയാ ധ്യാനിച്ചത്? കൃഷ്ണനെ. വാസുദേവ എന്ന് പറഞ്ഞാല് വസുദേവരുടെ പുത്രൻ. അതാണ് ഇവിടെ വ്യക്തമായി കൃഷ്ണഗ്രഹ ഗൃഹീതാത്മാ. ഏത് വീട്ടിലാ മനസ്സ് ഉറപ്പിച്ചത്, അസ്ഥാനത്തിൽ കയറി പിടിച്ചത്? കൃഷ്ണൻ എന്ന് പറയുന്ന. അപ്പൊ ഇതിനെ രണ്ടർത്ഥത്തിലെടുക്കാം. ഒന്ന് കൃഷ്ണനെ അസ്ഥാനമായി പിടിച്ചത്, ഇനിയൊന്ന് ആ വീട് തന്നെ കൃഷ്ണഗ്രഹം, അതിൽ ശാശ്വതമായി പ്രഹ്ലാദൻ താമസിക്കുന്നു. ക്ലിയർ ആയോ? എന്തെങ്കിലും മനസ്സിലായോ? അപ്പൊ പ്രഹ്ലാദന്റെ മനസ്സ് എതിലാ ഉറച്ചത്? കൃഷ്ണ. നവേദ ജഗത് ഈദൃശം. ഇപ്പൊ അടുത്ത വാക്ക് വേദ. വേടൻ, വേഷം, വേര്. വേ എന്ന് വെച്ചാൽ ഒളിച്ചിരിക്കുന്നത്. വേടൻ, വേടന്റെ പണി എന്താ? ഒളിച്ചിരുന്ന് അമ്പ് വിടുക. വേഷം എന്ന് വെച്ചാൽ എന്താണ്? യഥാർത്ഥത്തിനെ ഉള്ളിൽ ഒളിപ്പിച്ചിട്ട് നമ്മൾ വേറെ ഒന്ന് വെളിയിൽ കാണിക്കും, അല്ലേ? വേരെന്ന് പറയുമ്പോൾ അടിയിൽ ഒളിച്ചിരിക്കുക, പക്ഷെ മരത്തിനെ പിടിച്ചിരിക്കുന്നത് ആരാ? മനസ്സിലായോ? വേ എന്നാൽ ഒളിച്ചിരിക്കുന്നത് എന്നർത്ഥം. ഈ വേർഡ് വേ, വേടൻ, വേര്, വേഷം, ഇങ്ങനെയൊക്കെ ഉള്ള വാക്കുകൾ. വേദ എന്ന് പറഞ്ഞാൽ ഒളിച്ചിരിക്കുന്നത് പുറത്തു വന്നു, പ്രകടമായത് വേദം. അപ്പൊ വേദം എന്ന് പറഞ്ഞാല് നമുക്കറിയാതെ ഒളിച്ചിരിക്കുന്ന സത്യങ്ങൾ വെളിപ്പെടുത്തുന്നതിനാൽ വേദം എന്ന് പറയുന്നു. മനസ്സിലായ വാക്കിന്? അപ്പൊ ന വേദ എന്ന് വെച്ചാൽ മനസ്സിലായില്ല. ക്ലിയർ ആയോ? ഉറക്കം വരുന്നോ? വേ എന്ന് വെച്ചാൽ എന്താണ്? ഒളിച്ചിരിക്കുന്നത്. വേദ എന്ന് വെച്ചാൽ ഒളിച്ചത്, പ്രകടമാകുന്നത്. ന വേദ എന്ന് വെച്ചാൽ പ്രകടമായില്ല. ഓക്കെ, ന വേദ ജഗത് ഈദൃശം. ഈ ഭൗതിക ലോകത്തിനെ കുറിച്ച് യാതൊരു അറിവുമില്ലാതെ ജഡമായി കൃഷ്ണഗ്രഹത്തിൽ ആസ്ഥാനമായി കൊണ്ട ആ ബാലൻ ക്രീഡകളിൽ താല്പര്യമില്ല. ഓക്കെ, പറയൂ, ഈ ശ്ലോകത്തിന്റെ അർത്ഥം എന്താ? ഭൗതിക ലോകത്തില് ജഡമായി. സിമ്പിൾ. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായോ അർത്ഥം? ഫസ്റ്റ് തൊട്ട് നോക്കാം. ന്യസ്റ്റ ക്രീഡ അനകോ ബാലോ. ആ ബാലൻ. ന്യാസം എന്ന് വെച്ചാൽ എന്താണ്? ന്യാസം എന്ന് വെച്ചാൽ ഉപേക്ഷിക്കുക. എന്തിനെ ഉപേക്ഷിച്ചു? ക്രീഡ, കളി ഉപേക്ഷിച്ചു. നെക്സ്റ്റ് ലൈൻ, ജഡവത്, ജഡം പോലെ. എവിടെ? ഭൗതിക ലോകത്തിൽ ജഡം പോലെ. എന്നാൽ തൻ മനസ്സ് എതിലോ കയറി പിടിച്ചിരിക്കുകയാണ്. അസ്ഥായ, എന്തിലാ പിടിച്ചിരിക്കുന്നത്? കൃഷ്ണഗ്രഹ. ആ വീട്ടിൽ കയറി ഇരിക്കുക, ശാശ്വതം ആ വീട്ടിനകത്തിരിക്കുക. കൃഷ്ണ ഭഗവാൻ, ആ ചിന്തകൾ. നവേദ, മറ്റതൊന്നും തലയെ കയറത്തില്ല. മനസ്സ് ഇതിൽ കൊടുക്കും. ഈ ഭക്തിയും നമ്മൾ പരിശീലിക്കുന്ന ഭക്തിയും വേറെ വേറെയാണ്. നമ്മൾ പരിശീലിക്കുന്ന ഭക്തിക്കും ഈ ഭക്തിക്കും വലിയ വ്യത്യാസമുണ്ട്. നമ്മുടെ ഭക്തിക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഒന്നും
വിട്ടു പോകാൻ പാടില്ല എന്നുള്ളത്. അതും വേണം, ഇതും വേണം. എന്നാലും പ്രാധാന്യം എന്തിനാണ്? 4 മാസം കഴിയുമ്പം പൈസ ഇല്ല, തിരിച്ചങ്ങ് ഗൾഫിൽ പോയാലോ അല്ലേ മാതാജി? അപ്പൊ നമ്മുടെ മനസ്സ് ഇതിലാ ഉറച്ചിരിക്കുന്നേ, ഇതും വേണം അതും വേണം. പക്ഷെ പ്രൈമറി നോക്കിക്കഴിഞ്ഞാല് കൃഷ്ണഭക്തി ആണെങ്കിലും നമുക്ക് ഇമ്പോർട്ടൻസ് നമ്മുടെ സെക്യൂരിറ്റിയാണ്. ശരിയാണോ തെറ്റാണോ? അല്ലേ? അത് ആ സ്റ്റേജ് കടക്കുന്നത് വലിയ ബുദ്ധിമുട്ട്. ഒരു സംശയം, എന്നെയും ദേവകിയും ഒരുപോലെയാണോ കൃഷ്ണ ഭഗവാൻ രക്ഷിച്ചത്? അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കളെല്ലാം കൃഷ്ണ ഭഗവാൻ രക്ഷിച്ചു, ദേവകിയുടെ മക്കളെ രക്ഷിച്ചോ? മനസ്സിലായോ? ട്രാൻസ്ഫർമേഷൻ. ഫസ്റ്റ് ദേവകി എന്താ ചിന്തിച്ചത്? കുന്തി എന്താ ചിന്തിച്ചത്? എന്നെയും ദേവകിയെയും ഒരുപോലെ രക്ഷിച്ചു. പിന്നെ ചിന്തിച്ചു, ദേവകിയുടെ മക്കളെ കൃഷ്ണൻ രക്ഷിച്ചില്ല. മൊത്തം എത്ര പേരാ ദേവകിക്ക്? എത്ര മക്കളാ? 4, 8. എട്ടാമത്തതാരാ? ഏഴാമത്തതാരാ? അവർ 2 പേരും ഓക്കെ. ആദ്യത്തെ 6 എന്തായി? കംസം വന്നിട്ട് ഓരോന്നിനെ അടിച്ച് കൊന്നു. പക്ഷേ കുന്തിയുടെ പാണ്ഡവരെ മുഴുവനും ഭഗവാൻ എല്ലാ പ്രശ്നത്തിലും രക്ഷിക്കും, ഓരോ പ്രാവശ്യവും രക്ഷിക്കും. വിശാൻ മഹാഗ്നേ പുരുഷാദ ദർശനാഥ സത്സഭായ വനവ. വിഷം കൊടുത്തപ്പോ വന്നു, വീട്ടിന് തീ വെച്ച് മഹാഗ്നി വന്നു, രാക്ഷസന്മാര് വന്നു, അസത്സഭായ തെറ്റായ സദസ്സിൽ വസ്ത്രാക്ഷേപം ചെയ്തപ്പോ വന്നു, 12 വർഷം വനവാസം. ഓരോ ഡേഞ്ചറിലും ആര് വന്ന് രക്ഷിച്ചു? കൃഷ്ണ. പക്ഷേ കുന്തിയുടെ മക്കളെയോ? അതും എത്ര വയസ്സ് പ്രായം? 2 മണിക്കൂർ 3 മണിക്കൂറേ ആ കുട്ടികൾക്ക് പ്രായം. ജനിച്ചു ഉടനെ ന്യൂസ് കംസന്റെ കൊട്ടാരത്തിലെത്തും. കംസൻ രാത്രി ആയാലും പകലായാലും കുഞ്ഞ് ജനിച്ച അടുത്ത 1-2 മണിക്കൂറിൽ അവിടെ എത്തും. ആ കുട്ടിയെ കാല് പിടിച്ച് തൂക്കി അങ്ങും അടിച്ചങ്ങ് കൊല്ലും. അപ്പൊ ആരെയാ ശരിക്കും രക്ഷിച്ചത്? എന്നെയും ദേവകിയെയും ഭഗവാൻ ഒരുപോലെ രക്ഷിച്ചു. കുന്തി ആദ്യം ചിന്തിച്ചു. രണ്ടാമത്തെ ചിന്തിച്ചത്, ദേവകിയുടെ മക്കളെ രക്ഷിച്ചില്ല, എൻ്റെ മക്കളെ മാത്രമാണ് രക്ഷിച്ചത്. അപ്പൊ ആരെയാ ശരിക്കും രക്ഷിച്ചത്? സിമ്പിൾ. കുന്തി വിചാരിക്കുന്നു എന്നെ രക്ഷിച്ചു. ആരെ രക്ഷിച്ചില്ല? ദേവകിയുടെ മക്കള്. അപ്പൊ എൻ്റെ അടുത്താണോ കൂടുതൽ സ്നേഹം? അതെന്താ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. കാരണം ദേവകി മാത എന്നെക്കാളും ഉയർന്ന ഭക്തയാണല്ലോ. എന്നിട്ട് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അപ്പൊ ഞാൻ ചിന്തിക്കുന്നതിൽ എന്തോ കുഴപ്പമുണ്ട്. അടുത്തത് ചിന്തിച്ചു, സ്നേഹമുള്ള സ്ഥലത്തെ സ്വാതന്ത്ര്യം എടുത്തു. ഇപ്പൊ നമ്മുടെ വീട്ടു കുട്ടികളും അപ്പുറത്തെ വീട്ടു കുട്ടികളും ഒരുമിച്ച് കളിച്ച് 3ാമത്തെ വീട്ടിന്റെ കണ്ണാടി പൊട്ടിച്ചു, ചില്ല് പൊട്ടിച്ചു. നമ്മൾ ആരെ വഴക്ക് പറയും? നമ്മളെ കുഞ്ഞുങ്ങളെയല്ലേ പറയുള്ളൂ. അപ്പുറത്തെ വീട്ടിൽ ചെന്ന് പറയൂ? ഇല്ല. എന്തുകൊണ്ടാ? എന്റേതിൻ്റെ അടുത്ത് സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ ഭഗവാൻ ലീലയാടാൻ ദേവകിയുടെ മക്കളെ ഉപേക്ഷിച്ചു, എൻ്റെ മക്കളെ ഉപേക്ഷിച്ചില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ആരെടുത്താ സ്നേഹം കൂടുതൽ? മനസ്സിലായി വരുന്നോ കുന്തിയുടെ ട്രാൻസ്ഫർമേഷൻ? കുന്തി ആദ്യം വിചാരിച്ചു എൻ്റെ മക്കളെയും എന്നെയും ദേവകിയും ഒരുപോലെ രക്ഷിച്ചു. പിന്നെ വിചാരിച്ചു ദേവകിയുടെ മക്കളെ രക്ഷിച്ചില്ല, എന്നെയാണ് രക്ഷിച്ചത്. അപ്പൊ എന്നെ രക്ഷിച്ചത്, അപ്പൊ ഞാനാണോ ഉയർന്നത്? അല്ലെങ്കിൽ ഭഗവാന്റെ അടുത്ത് ഇഷ്ടം എൻ്റെ അടുത്താണ് കൂടുതൽ? അത് ശരിയല്ലല്ലോ. അങ്ങനെ എൻ്റെ ചിന്ത കുഴപ്പമാണല്ലോ. പിന്നെ വിചാരിച്ചു സ്നേഹമുള്ള സ്ഥലത്തെ എന്തുണ്ടാവുള്ളൂ? സ്വാതന്ത്ര്യം. അപ്പൊ ശരിക്കും ഭഗവാൻ ആരെടുത്താ സ്നേഹം? ദേവകി. അടുത്തത് കുന്തി പറഞ്ഞു, അമ്മ എൻ്റെ മക്കൾ എന്നെ വിട്ടു പോട്ടെ, എൻ്റെ സമ്പത്ത് എന്നെ വിട്ടു പോട്ടെ, എനിക്ക് ദുഃഖം വരട്ടെ, എന്ത് പരീക്ഷണത്തിനും ഞാൻ തയ്യാർ, എനിക്ക് ആ സ്നേഹം വേണം. മനസ്സിലായോ? ഇതാണ് ശുദ്ധഭക്തി. നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? വലിയ ഡിഫറൻസ് ഉണ്ട്. ആ ഭക്തിക്കും നമ്മുടെ ഭക്തിക്കും വലിയ വ്യത്യാസം. അതുകൊണ്ടാണ് ഇവരെയൊക്കെ നമ്മൾ പരിശുദ്ധ ഭക്തർ എന്ന് പറയുന്നത്. നമ്മൾ ഈ 2 വള്ളത്തിലും കാല് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്യുന്ന ആൾക്കാരാണ്. ചിലപ്പോൾ നടുക്ക് വീഴും, ചിലപ്പോൾ ഏതെങ്കിലും ഒരു വള്ളത്തിൽ വീഴും. കുഴപ്പമില്ല, വീണ് ഒരു ദിവസം എണീക്കും അങ്ങോട്ട്.
ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തില് ഭക്തിതീർത്ഥ സ്വാമികൾ എന്നൊരു സന്യാസി ഉണ്ടായിരുന്നു. ഒരു 10-12 കൊല്ലം മുമ്പേ സമാധിയായി. അദ്ദേഹത്തിന് ക്യാൻസർ ബാധിച്ച് സമാധിയായി. എന്താ പേര്? ഭക്തിതീർത്ഥ സ്വാമി. അദ്ദേഹമാണ് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ ആദ്യത്തെ ബ്ലാക്ക് വംശജരിൽ വന്ന സന്യാസി. ഈ ആഫ്രിക്കൻസ് അങ്ങനെയൊക്കെയുള്ള ബ്ലാക്ക് വംശം, അവരിൽ വന്ന ആദ്യത്തെ സന്യാസിയാണ് അദ്ദേഹം. പ്രഭുപാദർ ഉള്ളപ്പോഴേ ആള് ഒരു ദിവസം പോലും മംഗളാരത്തിക്ക് കഴിഞ്ഞിട്ട് ജപിക്കൂല. കാരണം മംഗളാരത്തിക്ക് മുമ്പേ 16 മാലയും തീർക്കും. നമ്മൾ മംഗളാരത്തി അറ്റൻഡ് ചെയ്യണതേ വലിയ കാര്യമാണ്. അത് കഴിഞ്ഞ് ഉറങ്ങി എന്നും ഇദ്ദേഹം അന്ന് അദ്ദേഹം സന്യാസം എടുത്തിട്ടില്ല. ഘണശ്യാം ദാസ് എന്നാണ് അദ്ദേഹത്തിന്റെ ദീക്ഷാപേര്, ബ്രഹ്മചാരി ദീക്ഷാപേര്. ഡെയിലി 16 മാല എപ്പോൾ തീർക്കും? മംഗളാരത്തിക്ക് മുമ്പേ തീർക്കും. തീർത്തിട്ട് മംഗളാരത്തി കഴിഞ്ഞതിന് ശേഷം 2-3 മണിക്കൂർ ഇരുന്ന് ഡെയിലി പ്രഭുപാന്റെ ബുക്ക് വായിക്കും. വായിച്ചിട്ട് ഒരു കെട്ട് പുസ്തകമായിട്ട് അങ്ങ് റോട്ടിലിറങ്ങും. രാത്രി 8 മണിക്കൊക്കെ തിരിച്ചു വരും ബുക്ക് വിതരണത്തിന്. ഡെയിലി ബുക്ക് വിൽക്കുന്നത് 500 പുസ്തകം, 600 ബുക്ക് പെർ ഡേ. നമ്മൾ ചിലപ്പോൾ ഒരു മാസം കൂടിയാലായിരിക്കും അല്ലേ അത്രയും പുസ്തകം വിതരണം. അദ്ദേഹത്തിൻ്റെ കൂടെ സംഘത്തിലുള്ളവരും അതുപോലെ ആക്കിയ ആൾ. അങ്ങനെ ഇവരെല്ലാം പ്രഭുപാദരെ കാണാൻ മായപ്പൂരിൽ വന്നു. അപ്പം മായപ്പൂർ ഈ സ്കോറൊക്കെ പ്രഭുപാദർ കണ്ടിട്ട് വളരെ സന്തോഷം തോന്നി. നല്ല പുസ്തക വിതരണമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്, ഭയങ്കര സേവനം. കാരണം എന്നും ഉറക്കൊഴിയാന്നൊക്കെ പറഞ്ഞാൽ പ്രാക്ടിക്കൽ അല്ലല്ലോ. പക്ഷെ ഇങ്ങനെ ചെയ്ത് വലിയ സന്തോഷം. ഉടനെ ഇദ്ദേഹം പോയതിന് ശേഷം അടുത്ത ദിവസം ഭക്തരെല്ലാം വന്ന് പ്രഭുപാദനെ കണ്ടിട്ട്, ഞങ്ങൾക്ക് ഇദ്ദേഹത്തിൻ്റെ ടീമിൽ പറ്റൂല, ഉറക്കോ ഇല്ല, ഭക്ഷണമോ ഇല്ല, അദ്ദേഹത്തിന് സാധിക്കും, നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല. എല്ലാവരും എന്ത് ചെയ്തു? പ്രഭുപാദരെടുത്ത് പരാതി പറഞ്ഞു. ഉടനെ പ്രഭുപാദർ ഇദ്ദേഹത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ വളരെ നല്ല കാര്യമാണ് ചെയ്യുന്നത്, നിന്റെ സേവനം എനിക്കായി നീ ഇത്രയും സേവനം ചെയ്യുന്നു. പക്ഷേ നീ അവർക്കും കൂടെ സേവനം ചെയ്യണം, നിന്റെ ദൈവ സഹോദരന്മാർക്ക് കൂടെ സേവനം ചെയ്യണം, എന്നാലേ ഞാൻ സംതൃപ്തനാവുള്ളൂ. എന്നെ സേവിക്കുന്നത് മാത്രമല്ല, ആരെ സേവിക്കണം? എൻ്റെ ദൈവ സഹോദരന്മാർ. നമ്മൾ ചിലപ്പോൾ വന്ന് കൃഷ്ണ എന്നൊക്കെ പ്രാർത്ഥനയും ചിലപ്പോൾ അടുത്തുള്ള ആളുടെ അടിയോടടി ശരിയാവോ ഭക്തിയിൽ? അവരെയും നമ്മൾ എല്ലാ വൈഷ്ണവരെയും സ്നേഹിക്കണം. അപ്പം ഇങ്ങനെ അദ്ദേഹം ഭക്തിതീർത്ഥ സ്വാമികൾ പറയാം, എനിക്ക് കിട്ടിയതിലെ ഏറ്റവും ഉയർന്ന ഒരു ഉപദേശമായിരുന്നു. അന്ന് മുതൽ ഞാൻ ഡിവോട്ടീസിനെ വളരെ റെസ്പെക്ട് ചെയ്യാറ്. അങ്ങനെ ഭയങ്കര പ്രീച്ചറാണ്. ആഫ്രിക്കയിൽ ചെന്ന് അവരുടെ വംശത്തിന്, ആഫ്രിക്കൻ വംശത്തിനകത്തൊക്കെ പ്രീച്ച്, അതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്ത് അദ്ദേഹത്തിന് ഏകദേശം ഒരു 60 വയസ്സായപ്പോൾ ക്യാൻസർ ശരീരം മുഴുവനും സ്പ്രെഡായി, ഷുഗർ അങ്ങ് പോയി, എല്ലാ പാരാമീറ്റേഴ്സും പോയി, കിടപ്പിലായി. അങ്ങനെ ഷുഗർ വന്ന് ഒരു കാല് തന്നെ മാറ്റേണ്ടി വന്നു. എന്നിട്ട് ഒരു ദിവസം പോലും 2 മണിക്ക് എണീറ്റ് മംഗളാരത്തിക്ക് മുമ്പേ 16 മാല ജപം മുടക്കിയിട്ട് ഒരു ദിവസം. അദ്ദേഹത്തിന് ജപിക്കുന്ന സമയം എപ്പോഴാണ്? രാവിലെ 2 മണി 3 മണി. മംഗളാരത്തിക്ക് മുമ്പേ എന്ത് തീർക്കും? എത്ര വലിയ പരീക്ഷണമാണ്, ആലോചിച്ച് നോക്കൂ. കാലെടുത്തിരിക്കുക. നമുക്കൊക്കെ ഇത്രയും പരീക്ഷണം ഒന്നുമില്ല, ഒരു പല്ല് വേദന മതി, ചാറ്റിംഗ് ഒക്കെ നിർത്തി ആക്ഷനൊക്കെ ശരിയല്ലേ? പല്ല് വേദന, ചെറിയ നമ്മളുടെ മായ എന്നൊക്കെ പറയും, കുട്ടി അത്ര ഇതുപോലൊന്നും വരേണ്ട കാര്യമില്ല. കാല് മുറിച്ച് മാറ്റി കിടക്കയിലായി, ക്ഷീണിച്ച് എല്ലും തോലുമായി. എന്നാലും അദ്ദേഹം പറയാ, ഈ ശരീരം എനിക്ക് ഉപയോഗപ്പെടുന്നില്ല. വ്രതം മംഗളാരത്തിക്ക് മുമ്പേ അല്ലേ, ഇനി കുറച്ച് ദിവസം നമ്മളാണെങ്കിൽ എന്ത് വിചാരിക്കും? ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്ത് ശരീരം നന്നായിട്ട് പിന്നെ ജപിക്കാം അല്ലേ? അപ്പൊ അങ്ങനെ ഇരുന്നപ്പോൾ മുതിർന്ന ഭക്തന്മാർ ഇദ്ദേഹത്തിനെ കാണാൻ വന്നപ്പോൾ ഇദ്ദേഹം പറയാ, എനിക്ക് എന്തെങ്കിലും സേവനം തരും. ഞാൻ ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുകയാണ്, 4-5 മാസമായി, കാലില്ല, എല്ലും തോലുമായി,
സംസാരിക്കാൻ പറ്റുന്നുണ്ട്, ഭക്ഷണമൊന്നും അകത്ത് പോകുന്നില്ല, വല്ലാത്ത അവസ്ഥയാണ്. എന്നാലും തൻ്റെ ഗോഡ് ബ്രദേഴ്സ് ഉയർന്ന ഭക്തരെ കണ്ടപ്പോൾ പറയാ, എനിക്ക് എന്ത് വേണം, എന്തെങ്കിലും. അവർ പറയാ, മഹാരാജ് നിങ്ങളതൊക്കെ ചിന്തിക്കേ വേണ്ട, നിങ്ങൾ ഭഗവാനെ കുറിച്ച് ചിന്തിക്കൂ. നിങ്ങളൊക്കെ ഇവിടെ ഉള്ളത് ഞങ്ങളുടെ ഭാഗ്യമാണ്, സർവീസൊക്കെ നിങ്ങൾ. അദ്ദേഹം ശാഠ്യം പിടിച്ച് എനിക്ക് സർവീസ് വേണം. അപ്പൊ അവര് ശരി, ഇദ്ദേഹത്തിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി എന്ത് സർവീസാ വേണ്ടത്, അവര് വിചാരിച്ച് വല്ല പൂമാല കിട്ടും, കാരണം ഈ കിടന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് അങ്ങോട്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ച സർവീസ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്ന് വെച്ചാൽ അഭിപ്രായ ഭിന്നതയും ഉള്ളവരെയൊക്കെ കൊണ്ടുവരും, ഞാൻ സോൾവ് ഉള്ളതിലെ തലവേദന പിടിച്ച സർവീസാണ്. ഏത് അല്ലേ, പൂ കെട്ടുന്നതും മാല ഇടുന്നതും ഇപ്പൊ തുടയ്ക്കുന്നതും ഇതൊക്കെ നമ്മൾ ചെയ്യാം. അപ്പുറത്ത് വീട്ടുകാർക്ക് ഇപ്പുറത്ത് വീട്ടുകാർക്ക് അടി, രണ്ട് വൈഷ്ണവര്, നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നടുക്ക് പോയാൽ നമുക്ക് അടി കിട്ടും അല്ലേ, ഈസിയാണ്. അതും ഈ അവസ്ഥയിൽ ഈ പ്രഷറൊക്കെ ആവശ്യമാണ്, അതൊരു മെന്റൽ പ്രഷറല്ലേ, വഴക്കൊക്കെ തീർക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അവരെന്ത് ചെയ്തു, ഇതെന്താ ഈ മഹാരാജ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ എന്ന് പറഞ്ഞിട്ട് ശരി എന്ന് പറഞ്ഞ് ഏതോ ചെറിയ നുള്ളി പിച്ചി മാന്തി അങ്ങനത്തെ സർവീസൊക്കെ കൊടുത്തു, ആരോ 2 ഡിവോട്ടീസ്. അപ്പൊ മഹാരാജ് എന്ത് ചെയ്തു, നോക്കിയപ്പോൾ എല്ലാം നിമിഷ നേരം കൊണ്ട് സോൾവ് ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു, ഭീമാകാരമായ പ്രശ്നമൊക്കെ അയക്കാൻ തുടങ്ങി. മഹാരാജ് എന്താ ചെയ്തത്, ഈ ഇങ്ങനെ കിടക്കില്ല, ആ മുറിക്കകത്ത് കയറുമ്പോ തന്നെ ഈ പരാതിക്കാരുടെ മനസ്സിൽ, അയ്യോ എത്ര ഉയർന്ന വ്യക്തിയാ അല്ലേ എങ്ങനെ. അപ്പൊ അദ്ദേഹം പറയാ, എൻ്റെ ഒരേ ഒരു റിക്വസ്റ്റ്, നിങ്ങളിത് ഈ ഈഗോ വിടണം, എല്ലാവരുമായിട്ട് സഹകരിക്കണം, വിട്ടുകൊടുക്കും, കേൾക്കുന്നവർ കണ്ണൊക്കെ നിറഞ്ഞ് ചെയ്യാം, അങ്ങയ്ക്ക് വേണ്ടി ഞാൻ ചെയ്യാം, വേറെ അഭിപ്രായ തർക്കം ഒന്നും. നമ്മൾ നോർമലാണെങ്കിൽ ഞാൻ ചെയ്താ ശരി, അവൻ ചെയ്താ തെറ്റ്, അവൻ 11 മണിക്ക് ഇങ്ങനെ ചെയ്തു, ഞാൻ 2 മണിക്ക് ഇങ്ങനെ പറയൂലേ കഥ. പക്ഷെ ഇത് മഹാരാജിന്റെ മുറിക്കകത്ത് കയറുമ്പോഴേ എല്ലാവരും മാനസികമായിട്ട് ഒന്ന് ഇതാകുന്നു, എളുപ്പം. അതായത് അവിടെ രാധാനാഥ് സ്വാമി മഹാരാജ് ആ പുസ്തകത്തിൽ എഴുതാ, തൻ്റെ രോഗത്തിനെ വരെ പ്രീച്ചിങ്ങിന് വേണ്ടി ഉപയോഗിച്ച ഇതാണ് വേറെ ഭക്തിയുടെ വേറെ തലം. ഇപ്പൊ നമ്മൾ ഈ പ്രഹ്ലാദന്റെ കുന്തിയുടെ ഇതൊക്കെ വായിക്കുന്നത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അവർ ചോദിക്കുന്നതും അവർ ഭഗവാന്റെ അടുത്ത് വന്ന് വേറെ ഒരു ഇതിലേക്കാണ്. അതാണ് പ്യോർ ഡിവോഷൻ. പക്ഷെ നമ്മൾ ഇതെല്ലാം ചെയ്ത് 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 വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മളും ക്രമേണ ആ ഒരു തലത്തിലേക്ക്, പഴയ ഇതൊക്കെ വേണ്ട, മതി, അങ്ങനെ നമുക്കൊരു ഉപേക്ഷ വന്ന് ക്രമേണ നമ്മളും ഭൗതിക ലോകത്തിൽ ജഡമായിട്ടും ഭഗവാന്റെ അടുത്ത് ആ സ്ഥാനം മനസ്സും കൊടുത്തുള്ള തലത്തിലേക്ക് ഉയരാൻ പറ്റും. ഓക്കെ, ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. എന്തെങ്കിലും സംശയമോ ചോദ്യമോ ഉണ്ടെങ്കിൽ ചോദിക്കാം. श्रील प्रभुपाद की जय। हरे कृष्ण।